കുട്ടി വരുമ്പോഴാണ് അല്ല ഞാൻ എലി വരുമ്പോഴാണ് ഞാനും ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? വാസണ്ണ അണ്ണൻ 6 മാസത്തിന് മുമ്പേ കണ്ടിട്ട് പോയി എലിയല്ല ഇപ്പൊ. പിന്നെ ആ മൂലക്കൂരി വന്ന എലിയാണ്. ഒന്നും അറിയാത്ത ഒരാള് സരക്ക് എന്തിന്? അത് വേറെ കേസ്. അത് മറ്റേ ഇവന്മാരെ കേസാണ്. നമ്മളല്ലേ അത് പറയാം. സരക്ക് എന്താ അമ്മാവനാ? ചിരി നിർത്തണമെന്ന് മുലയിലേക്ക് ഒരു വിചാരമുണ്ട്. ഞാനും ചന്ദ്രനും ഒന്നിനും കൊല്ലാത്തവരാണെന്ന്. ഇല്ല ബാബു, ഏക സമാസം സ്വന്തം സമാസം വേണ്ട. അപ്പൊ ചന്ദ്രനെ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് മുലയിലേക്ക് ഒരു വിചാരമുണ്ട്. അതുണ്ട് നമ്മൾ തമ്മിൽ അതുകൊണ്ട് മുരളി കൂടുതലൊന്നും പറഞ്ഞില്ല. 2 ദിവസമായിട്ട് ആരോ മുതലാളിയെ നോക്കി നടക്കുന്നുണ്ടെന്ന് മാത്രം വെച്ച് ക്ലൂ കൊണ്ട് നമുക്ക് സംശയമുള്ള ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട അണ്ണ കണ്ട നമ്മള് ഈ തോക്കണ്ണ എന്റെ എപ്പോഴും കണ്ടോ? ഇല്ല, ഇതൊക്കെ ഒരു നായിന്റെ മോൻ ഇതുവഴി പോകാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ വാങ്ങിച്ചാണ്. അങ്ങനെ നമ്മളിവിടെ മൊത്തത്തില് ഇവിടെ നിന്നൊരു 8 വരെ കൊന്നു. ഇവിടെ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഡെയിലി 2 നേരമാണ് ഇതേപോലത്തെ ഗുളികൾ കഴിക്കുന്നത്. കണ്ണടഞ്ഞു പോയാ ഇല്ല പറഞ്ഞില്ലേ ഗുളിയില്ലേ എന്റെ ഇത് തീർന്ന് കവർ മാത്രമേ ഉള്ളൂ. ചന്ദ്ര തൊണ്ടേ കുടുങ്ങി തന്നെ. നിന്റെ നമുക്ക് സംശയമുള്ള പിടിച്ചിട്ടുണ്ട്. ഹലോ പറഞ്ഞു തേക്കുട്ടി, ഞാൻ ഗ്യാങ് ഹൗസിലാ. ഓ കുറച്ച് തിരക്കില്ല കുറച്ച് പരിപാടികൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. ഞാൻ അതിന്റെ ഇടയ്ക്ക് നിൽക്കുക. ഓ വിളിക്കാം. ഓക്കെ ആ പറയടാ. വാസണ്ണ അണ്ണ എന്റെ കണ്ണിലോട്ടൊന്ന് നോക്കിയാണ്. അണ്ണ കണ്ണാട് ഊരിട്ട് നോക്ക്. കണ്ടാ കടന്ന് വെട്ടണണ്ട. ഇതെങ്ങനെ ഇങ്ങനെയാന്നറിയാവോ? ഇവിടെ രാവും പകലും ഉറങ്ങാതെ, അതായത് ഫോഴ്സ്ഫുള്ളി കണ്ണ് തുറന്ന് ഇങ്ങനെ ആയി. കുരി കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കണം. മനസ്സിലായ ആ അവസ്ഥ വരെ എത്തി ഞാനും ബാബു. എനിക്കില്ല ഇവന്റെ കാര്യം അത്ര ഡെഡിക്കേറ്റഡ് ആണ് നമ്മളിപ്പം ഇത് ചെയ്യണേ. ഇവിടെ ഒന്നും നടക്കൂല. നമ്മള് എന്തായാലും ഒരാളെ തൂക്കിയിട്ടുണ്ട്. ബാബു അതങ്ങ് വാ. ആരെയാണ് തൂക്കിയത്? ഞാൻ മലയാളിക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ഇങ്ങോട്ട് തന്നെ ഇതൊരു താഴോട്ട് പോവാം. നോക്കോ നീ എന്ത് പുതിയതായിട്ട് കാണിക്കണ പോലെ? ജലക്കണ്ണ വിരട്ടിയാണ് തോന്നേട്ടാ. വിരട്ടി പേടിപ്പിക്കാനാട്ടോ അവനെ. ഇത് ഗുലാനല്ലേ? ഇത് ഇവിടെ പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പറ്റൂല. ആരാണ് മുരളി? ഇവിടെ കൂടെ കുറെ ദിവസം ഒരു കറങ്ങി തിരിഞ്ഞ് നടക്കുമായിരുന്നു മുരളി. സത്യം. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോഴേ പെട്രോൾ തീരുന്ന വഴിയിൽ നിന്ന് അങ്ങനെയാണ് ലിഫ്റ്റ് കൊടുത്ത് നേരെ കൊണ്ടുവന്ന്. കഴിഞ്ഞ ദിവസം ഗുലാനെ വീട്ടിൽ എലിശല്യം എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഇപ്പഴാണ് മനസ്സിലായ. ഹലോ അല്ല വായിലെ മാസ്ക് ഊരി പറഞ്ഞ സംസാരിച്ചോളൂ. ഹലോ ഇരിക്കാൻ പറ്റൂല. നീ ഇത് ആരെയും പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? മലി ഇവിടെ കിടന്ന കുറെ ദിവസം ഒരു വണ്ടി കിടന്ന് കറങ്ങുന്ന ഒരാള് മല്ലി. അങ്ങനെ നമുക്ക് സംശയം തോന്നിയ ഒരാളാണ്. ഹലോ മല്ലി മാത്രമല്ല ഈ നമ്മുടെ കുടുംബ വീട് മാത്രമല്ല, നമ്മൾ താമസിക്കുന്ന നമ്മുടെ പഴയ കുടുംബ വീടില്ലേ, അവിടെയും പോയി കുറെ ദിവസം കറങ്ങിയിട്ടുണ്ട് ആള്. നമ്മളിവിടെ വന്നതുപോലും അറിഞ്ഞിട്ടില്ല. ഒരു ക്ലൂ തരാം. ആരെന്ന് മനസ്സിലായോ? ഒരുപാട് നേരം ഇരിക്കാൻ പറ്റൂല. ഒരുപാട് നേരം ഇരിക്കാൻ പറ്റൂല. അയ്യേ മനസ്സിലായി മോളെ. ആരാന്ന് പറഞ്ഞാ പിന്നെ ഇങ്ങോട്ട് കേറി വന്നേ.
വാരാതെ പറഞ്ഞ് ഇങ്ങോട്ട് കേറി വന്ന പിന്നെ എലി കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് ഞാനൊരു പെൺകുട്ടിയെ പ്രതീക്ഷയല്ല ഇങ്ങോട്ട് വന്നത്, മനസ്സിലായോ? പിന്നെ ആരെ പ്രതീക്ഷ വാസുവിന്റെ ലൈഫിൽ ഇപ്പൊ പെൺകുട്ടികളല്ല. എനിക്കിത് പലരും എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ ബന്ധങ്ങൾ മാറിയെന്ന്. എനിക്ക് ഒരു മിനിറ്റ് കുട്ടി, ഒറ്റ മിനിറ്റ്. ഹലോ, അതെ ഇതാര്? പണ്ടത്തെ ടി വിയിലുണ്ടായിരുന്ന പ്ലെയറോ? ആരാണ്? പറഞ്ഞോ. അല്ല, ജസ്റ്റ് ഒരു സംശയം. ഇവിടെ ഗ്യാങ് ഹൗസ് ഇല്ലേ? ഇപ്പൊ നമുക്ക് ഗ്യാങ് ഹൗസ് എവിടെ? ഇവിടത്തെ ഇല്ലില്ല, നമുക്കിപ്പോ ഗ്യാങ് ഹൗസ് ഇല്ല. പിന്നെ വാടക വീട്. ഓക്കെ. കൈമക്കളൊക്കെ നിർത്തിയാ മതി, മനസ്സിലായ? അത് പരന്തോസിന്റെ വെങ്കത്തിനടുത്ത് വേണ്ട. കണ്ണ് കുറച്ചൊന്ന് ഇടത്തോട്ടൊന്ന് നീങ്ങിക്കോ, നേരെ കണക്റ്റാ കണ്ണി പിടിക്കുന്നില്ല. മൂലക്കുരു വന്നത് കശത്താണോ? പിന്നെ ഇങ്ങനെ ഓടണം എന്തിന്? അയ്യോ, അത് പുതിയ സ്റ്റൈലാ. കൊള്ളാവോ? കൊള്ളാം. എന്നാ ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് അണ്ണൻ എന്നെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, നോക്ക്. അടിപൊളി. ഓട്ടോറിക്ഷ മാറി പെട്ടി ഓട്ടോറിക്ഷയായി. കിടിലം. എത്ര രൂപ ഇത് ചെയ്യാൻ? കോടികൾ മുടക്കി. നല്ല രസമുണ്ട്. സരക്കെ, നീ മറ്റേ ഇവളുടെ പ്ലാസ്റ്റിക് സർജറി ഇപ്പഴല്ലേ കാണണേ? അവക്ക് ഞാൻ ഇപ്പഴാ അറിഞ്ഞ സംഭവം. മുലക്കുരി ഡ്രസ് കൊണ്ടു ഇനിയിപ്പോ എന്തിനു വേണം? അതിപ്പോ മനുഷ്യന്മാർക്ക് അതൊക്കെ വരും. ചിലത് വീട്ടിൽ നിന്ന് ഈ കോഴിയൊക്കെ തിന്ന് മേലും അനങ്ങാതിരുന്ന് ഇങ്ങനെ മറ്റേ അവിടെ ഇവിടെയൊക്കെ കുരുവാക്കി വെക്കും. അതുപോലത്തെ ചിലവുണ്ടോ? അവരെ കാണുമ്പോ തന്നെ എന്റെ അമ്മ. അല്ല, ഇത് സൊല്യൂഷൻ എല്ലാവർക്കും കൊള്ളും. സൊല്യൂഷൻ ഇല്ല. അല്ല, ഈ ചില ആഹാര സാധനങ്ങൾ കഴിച്ചാൽ നല്ലതാണെന്ന് പറയൂലേ ബാബു? നിനക്ക് ബാബു? എനിക്കൊന്നും വന്നിട്ടില്ല മലയാളി. ശരിക്കും പറ. സത്യമായിട്ടും മള്ളി, അതെങ്ങനെ വരാൻ? ഇവിടെ ബാത്റൂമിൽ ഇറങ്ങാൻ സമയം വേണ്ടേ? കുറച്ചേരം മിണ്ടാതിരുന്നല്ലേ പൈൽസ് വരുള്ളൂ. അതും ശരിയാണ്. അങ്ങനെയാണ് കക്കൂസി പോണവർക്ക് പൈൽസ് വരൂലേ? ഇല്ല, ഒരുപാട് പോയാതി. അങ്ങനെയാണ് എനിക്ക് ജീവിതത്തിൽ പൈൽസ് വരണ്ടല്ല. ഞാൻ കക്കൂസി തന്നെയാണെന്ന്. ഞാൻ ബെഡ്റൂമിനെ കാട്ടി ബാത്റൂമിലാണ് ജീവിക്കാറുള്ളത്. എനിക്ക് മാസത്തിൽ 2 8, 10, 12, 30 അങ്ങനെ, അതാണ് കണക്ക്. എനിക്ക് ഒന്നെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ലൂസ് മോഷൻ. ഇത് രണ്ടും അല്ലാതെ എനിക്ക് ഒരു അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ആരാണ് ഇതിനൊക്കെ ചികിത്സ കൊടുക്കുന്നത്? കാര്യമൊക്കെ പറയുന്നത് സത്യമാണല്ലേ? ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ. നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് വല്ലതും വാങ്ങി തരാൻ വേണ്ടിട്ട് ആകെ എന്തൊരു സാധനം പറ്റുമോ തരാൻ വേണ്ടിയാണ് ചോദിച്ചത്. നിങ്ങൾ എന്തൊരു ഭർത്താവാണ്? ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനെ ഞാൻ മാസങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഞാൻ പറയാൻ വന്നത് വാസണ്ണ ഞാൻ ഒത്തിരി നാളിന് ശേഷം കാണുമ്പോ ഈ മൂലക്കുരു കേസാണോ സംസാരിക്കണ്ടേ? നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാനിരിക്കുന്നു. അതെ, അല്ലാതെ ചില ആൾക്കാർ ഇങ്ങനെ വാദം തീട്ട കേസേ പറയുള്ളൂ, അതുകൊണ്ടാ. ശരിക്കും മൂലക്കുരു ആണോ? അതൊരു രോഗാവസ്ഥയല്ല കേട്ടോ. രോഗാവസ്ഥ ഞാൻ പറഞ്ഞില്ലല്ലോ. മൂലക്കുരു ആണോ നല്ല ചോദിച്ചോളൂ. അത് സ്വാഭാവികമായി മൂലമുള്ളവർക്ക് വരുന്ന ഒരു സാധനം. പിന്നെ എന്റെ ബാക്കിലിരിക്കുന്നത് ആഫ്രിക്കൻ പായലാണല്ലോ. എനിക്ക് മൂലമല്ലല്ലോ. എനിക്ക് മൂലമുള്ള എല്ലാവർക്കും മൂലക്കുരു വരുമെങ്കിൽ ഞങ്ങളുടെയൊക്കെ ആഫ്രിക്കൻ പായല്ല ഞങ്ങളുടെ ഇരിക്കണൊക്കെ. എന്തൊക്കെ ന്യായമാണ്? മൂലമുള്ള എല്ലാവർക്കും മൂലക്കുരു വരുമെന്ന് എന്നേലും വരും. അന്നേരം നിങ്ങളൊക്കെ അനുഭവിക്കും. അന്നൊക്കെ കുട്ടി അത് എലി ഈ പറയണ പോലെ മേലനങ്ങാതിരുന്ന് തിന്നാൽ ഇങ്ങനെയൊക്കെ വരും. ഇടയ്ക്കൊക്കെ വ്യായാമം ചെയ്യണം, ബോഡിയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം, മനസ്സിലായോ? അങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊന്നും വരത്തില്ല. ശരീരത്തിൽ ചൂട് കൂടുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. തണുപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ അകത്ത് ചെല്ലണം, മനസ്സിലായോ?
എന്റെ ഹൃദയം തണുത്തോണ്ടിരുന്നത് വാസോണന്റെ മുഖം കാണുമ്പോഴായിരുന്നു. 6-7 മാസമായിട്ട് ആ മുഖം കാണാത്ത കാരണം എനിക്കിപ്പോ ചൂടായിരുന്നു. ഇപ്പൊ തണുത്ത്. അപ്പൊ പോയോ? കുരു പോയോ? ഇല്ലില്ല, അത് കുറച്ച് സമയം എടുക്കും. വന്ന ഉടനെ തിരിച്ചു പോകാൻ എന്താണിത് KSRTC ബസ് സ്റ്റാൻഡ് വിട്ടു പോകുന്നത്. സമയം എടുക്കും, കുറച്ച് സമയം കൊടു. അത് ശരിയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് അറിയാനുണ്ടായിരുന്നു. എനിക്ക് ഇന്ന് ഇതിനകത്തൊരു തീരുമാനം വേണം. ചോദിച്ചറിയാൻ പിന്നെ ഞാനും ഇത് തന്നെ വിചാരിച്ചിരിക്കണായിരുന്നു. ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടായിരുന്നു. പറഞ്ഞു എന്ത് തീരുമാനം? അല്ലല്ല, ആ തീരുമാനം ഈ തീരുമാനം കേട്ടിട്ട് പറയാം. ഞാൻ ഉദ്ദേശിച്ച തീരുമാനം നമ്മുടെ കല്യാണത്തിന്റെ കാര്യമാണ്. ഒഴിവാക്കേണ്ട സമയമായി. അല്ലല്ല, ഞാനും അതിനെപ്പറ്റി ഇവന്റ് മാനേജ്മെന്റ്, പന്തല്, ഇതിന്റെയൊക്കെ കാര്യങ്ങളെ പറ്റിയാണ് ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്നത്. നല്ല ഒരുപാട് ചെലവാണ്. അറിയാലോ, എനിക്ക് വെറുതെ ഞാൻ ഇത്രയും വലിയൊരു ഗാങ്സ്റ്റർ ആയതുകൊണ്ട് ഈ പറയണ പോലെ 1-2 ആൾക്കാരെ വിളിച്ച് നമ്മുടെ കല്യാണം നടത്താൻ പറ്റത്തില്ലേ. നമുക്ക് ഈ നാട് മൊത്തം ഇൻവൈറ്റ് ചെയ്യേണ്ടി വരും, ഒരുപാട് ആൾക്കാരെ വിളിക്കേണ്ടി വരും, ഒത്തിരി കാര്യങ്ങൾ വേണ്ടേണ്ടി വരും, ഒരുപാട് എക്സ്പെൻസാ. അതുകൊണ്ട് അതെ അതൊക്കെ കൊണ്ട് തന്നെ മുരളിക്ക് ഒരു ബ്രേക്കപ്പ് പറയുന്നത് സത്യം. അല്ല, ബ്രേക്കപ്പ് അതല്ല, കല്യാണം. നമ്മളെ കുടുംബം ഒന്ന് സ്റ്റേബിൾ ആ ഒരു ബ്രേക്കപ്പ് അല്ല, ബ്രേക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും നാള് ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണ ഒഴിച്ച് തിരക്കണ്ട ഞാൻ കാത്തിരുന്നില്ലേ. ഇനി ഒരു ബ്രേക്കിനാണോ എനിക്ക് പ്രശ്നം? ഞാൻ പാമോയിൽ കണ്ണിലൊഴിച്ചോളാം. പാമോയിൽ കുറച്ച് അധികം നാള് കിടക്കും. അത്രേ ഉള്ളൂ. നല്ലെണ്ണയ്ക്ക് അതിലും വില കുറവാണ് കുട്ടി. ആവശ്യമില്ലാത്ത എണ്ണയൊക്കെ ഉപയോഗിക്കുന്ന കെട്ടിനല്ലേ ഇപ്പോഴത്തെ അവസ്ഥക്ക് പറ്റിയ എണ്ണ ഏതാന്ന് ചോദിച്ചിട്ട് ഞാൻ എലിയെ കുട്ടിന്ന് വിളിക്കും, വാവേന്ന് വിളിക്കും, മുത്തേന്ന് വിളിക്കും. കുട്ടിയായി മാറിയത് അങ്ങനൊന്നുമില്ല എലി. ഞാൻ പറഞ്ഞ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എലി, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എലി എനിക്ക് എല്ലാ ദിവസവും മിസ് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ ഉടനെ ഫോൺ എടുത്തിട്ട് എല്ലാ ദിവസവും എലിയെ വിളിക്കാറുണ്ട്. അൺഅവൈലബിൾ ദ പേഴ്സൺ യു ആർ കോളിംഗ് ഈസ് വിത്ത് സമ്മൺ എൽസ് എന്ന് പറഞ്ഞ് മറ്റേ അവരെന്നത് പറയും. വേറെ അങ്ങനെ മറ്റേ പ്രോപ്പർ ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പ്രശ്നം. അങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമം വരാറുണ്ട്, ഡിസപ്പോയിന്റഡ് ആവാറുണ്ട്. ഞാൻ അതുകൊണ്ടാണ് എലിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താത്തതൊന്നും. എപ്പോൾ വിളിച്ചാലും കിട്ടൂല. കുട്ടി വരുമ്പോഴാണ് ഞാൻ എലി വരുമ്പോഴാണ് ഞാനും ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? അണ്ണൻ 6 മാസത്തിന് മുമ്പേ കണ്ടിട്ട് പോയി എലി അല്ല ഇപ്പൊ. പിന്നെ മൂലക്കുരു വന്ന എലിയാണ്. ബാക്കി അണ്ണാ, ഞാൻ എലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാട്ടുകാർക്ക് ഒരു പേടി സ്വപ്നമാണ്. ഓ ശരിക്കും? അതെ, മുതുക്കിൽ പകരോ അപ്പോ ഇവരൊക്കെ ഊനക്കുരു തന്നെയുള്ള വേറല്ല. ഹലോ, അണ്ണ ഇങ്ങനെ മൂലക്കുരുവിനെ കളിയാക്കരുതെന്നൊന്നും പറയണ്ട. ഈ മൂലക്കുരുവൊക്കെ ആൾക്കാർക്ക് എപ്പോഴേലും വരാം കേട്ടാ. എനിക്ക് വരാൻ ചാൻസ് ഉണ്ട്, എനിക്ക് അറിയാമല്ലോ. അങ്ങനെയല്ല മല്ല, അതൊക്കെ മുതലെടുക്കല്ലേ പറയാമല്ലേ. പറയലേ ഒരു റിലേഷൻഷിപ്പ് പിടിച്ചു നിർത്താൻ വേണ്ടി മൂലക്കുരുവിന്റെ സെന്റ് ഒക്കെ അടിക്കുന്നത് അല്ല. 2 ഏക്കർ പന്നിത്തോട്ടവും 4 കാറും 2 ബൈക്കും തരാന്നും പറഞ്ഞ് ഒരുത്തൻ എന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് 8 മാസമായെണ്ണ. 2 ഏക്കർ പന്നിത്തോട്ടോ? 2 ഏക്കർ പന്നിത്തോട്ടം. ഞങ്ങളുടെ ടിവിയുടെ സെപ്റ്റിക് ടാങ്ക് ഉണ്ട് 2 ഏക്കറില്. അതിനകത്ത് കയറി എനിക്കിപ്പം വിളവെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അതൊക്കെ എനിക്ക് ഇഷ്ടം. നമ്മൾ തുറന്നുതരാം. അതേപോലെ ഇപ്പൊ ചന്ദനത്തിരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഐഡിയ. അതെ ശരിയാ. തീട്ടത്തിന് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മള് തുറന്നിട്ട് റെഡിയാണല്ലേ, ഒരു പ്രശ്നമില്ല. നീ അങ്ങനെ ഒരു ഐഡിയ, നീ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കടി, നിനക്കൊരു വില കിട്ടും. സത്യം. ബാബു സരക്കണ്ണ എന്നെ മിസ് സെക്യൂരിറ്റി ഇവിടെ ഞാൻ ഡൂഡ് വെച്ച് വിളിക്കാൻ വരുന്ന ഭാഗ്യം.
എലി 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 ഓ നിങ്ങളുടെ സ്റ്റെപ്പ് ഡോട്ടർ എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുനടന്ന അല്ല എനിക്ക് പറയാനുള്ളത് ഇതാണ്. അതായത് ഞാൻ ആനപ്പിണ്ടത്തിന്ന് അഗർബത്തി ഉണ്ടാക്കാമെങ്കിൽ തീട്ടത്തിന്ന് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? ഇത്രയും നാളുകൾ ഞാൻ ശ്രമിച്ചേനെയാണ്. പക്ഷെ ഈ പുള്ളി വന്ന സ്ഥിതിക്ക് ഈ പുള്ളിയുടെ വീഴുന്ന സ്ഥലത്ത് നിന്ന് ഒന്നും പറയല്ലേ അതൊക്കെ ഇരിക്കുന്നു. വാസന ഒരു കാര്യം പറയട്ടോ, ഇവന്റെ ഒന്നും തീട്ടം എന്റെ ബിസിനസ് ഡൗണോ കുഴപ്പമില്ല. ഞാൻ ഇതൊക്കെ ഞാൻ കേൾക്കും. ഫ്ലൈറ്റ് അല്ല വെണ്ണയാണ് ഞാൻ തീട്ടത്തിനെ പറ്റി പറഞ്ഞ നിങ്ങളെങ്ങനെയാണ് അങ്ങനെയാണല്ലോ. കറക്റ്റ് തീട്ടക്കേസ് എവിടെ സംസാരിക്കുന്നത് അവിടെ ഉണ്ടാവും വെന്നി. തിരിച്ചു വിളിക്കാതെ വരും. അതൊക്കെ നമ്മുടെ പറമ്പിലെ കോഴി ഇപ്പൊ തിരിച്ചു വരും. കൊറേ കേട്ടിട്ടുള്ളതല്ലേ നമ്മള്. അണ്ണ അപ്പൊ പറഞ്ഞു വന്നത്, ഞാൻ അണ്ണൻ കണ്ടിട്ട് പോയ ഒരു പെൺകുട്ടിയല്ല ഇപ്പൊ. ആരും പേര് കേട്ടാ വിറയ്ക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ശരക്കന്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഇവളെ കണ്ട് വിറച്ച് പൈലറ്റ് എടുത്ത് ചാടി നമ്മളെ പ്ലെയിനിൽ നിന്ന്. വിഷയമാണ് അങ്ങനൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആ 2 ഏക്കർ പന്നിത്തോട്ടം ചിരിക്കണ്ട, അടുത്തോട്ട് ചിരിക്കണ്ട. അല്ല, 2 ഏക്കർ പന്നിത്തോട്ടം കളഞ്ഞിട്ട് ഞാൻ ഇവിടെ അണ്ണന് വേണ്ടി ഇപ്പോഴും കാത്തിരിപ്പ് ഉണ്ടെങ്കില് അത് യഥാർത്ഥ പ്രണയമാണ്. പ്രണയമൊക്കെ യഥാർത്ഥമായിരിക്കും. പന്നിയായിട്ട് എന്തൊരു ബന്ധം എനിക്ക് മനസ്സിലായില്ലേ? എന്തിനായാലും പന്നിത്തോട്ടം കളഞ്ഞിട്ട് പ്രേമിക്കാം. എന്തിന് നീ ഒരുമാതിരി മറ്റേ 90s കെണ്ടകളെ പോലെ വരുന്നത് കേട്ടാ. 80s കെട്ടുകൾ സത്യം. 90s പിള്ളേർക്കുള്ള ഞാൻ പറയണത് 90s പിള്ളേരെ പറയരുത് കേട്ടോ. 90s പിള്ളേരെ പറയത്തില്ല. ഞാൻ പറയണത് അതല്ല. സംഗതിയൊക്കെ ശരിയാണ്. പക്ഷെ എലിക്ക് തോന്നുന്നുണ്ടോ, എലിയോട് ഞാൻ ആദ്യമായിട്ട് എന്താ പറഞ്ഞേ? ഗ്യാങ് ആണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അക്സെപ്റ്റ് ചെയ്യുന്നു, ഗ്യാങ് തന്നെ ആയിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. ഞാൻ വിളിക്കാൻ പോലും ഇല്ലാതെ കാരണം അറിയാവോ, എന്റെ പ്രണയം ഞാൻ ഉള്ളിൽ ഒതുക്കിക്ക നിക്കുകയാണ് നിങ്ങളുടെ ഗ്യാങ്ങിന്റെ. സരക്കിനോടും ബാബുനോടും ചോദിച്ചിട്ട് ഞാൻ പറയാം. സരക്കെ, എനിക്കിപ്പോ ഒരു കല്യാണത്തിന്റെ സമയമാണോ? അല്ല ബാബു, എനിക്കിപ്പോ ഒരു കല്യാണത്തിന്റെ സമയമാണോ? അല്ല, പകലല്ല, രാത്രി മാത്രം. അതെന്തിന്? അല്ല, അങ്ങനെയല്ല മള്ളി. രാത്രി മള്ളിക്ക് ഒരു കൂട്ടുണ്ടെങ്കിൽ കൊല്ലാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. പാവം ബാക്കിയുള്ളൊരു അവസ്ഥ കാണുമ്പോഴേ. മെന്നി ഒന്നല്ലേ ഇതാണല്ലേ അപ്പൊ പെണ്ണുങ്ങളായിട്ടൊന്നും ഇപ്പൊ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞു. രാത്രിയാകുമ്പോ എനിക്ക് വിഷാദ ഡിപ്രഷൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ കൂടെ ഇരിക്കാൻ ഒരാള് എന്നുള്ള രീതിയിലാണ് ബാബു സംസാരിച്ചത്. മനസ്സിലായോ? അപ്പൊ കൂടെ ഇരിക്കാൻ ഞാൻ വന്നാ പോരെ? ഇതിനാണിപ്പോ വേറെ ആള് വിഷാദ രോഗമാണ്, ഭ്രാന്തനാവണ്ടാന്ന് ഞാൻ അതല്ല പറയണേലേ. ഞാൻ പറഞ്ഞോട്ടെ, നീ ഈ ഡയലോഗ് അടിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇപ്പൊ നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പ് ആയിട്ട് എത്ര വർഷമായി? എത്ര വർഷമായി പറ? എത്ര വർഷമായി? 1 വർഷമാവുന്നു. 1 വർഷമാ? പിന്നെ എത്രയായി? 1.5 വർഷം. അല്ല, 10 വർഷം മുതൽ വന്നിട്ടില്ല ഇവിടെ. 6 മാസം ബ്രേക്ക് അല്ലായിരുന്നു നീ പറഞ്ഞു വെച്ചിട്ട്. അതാണ് 1 വർഷം എന്ന് പറഞ്ഞു. മനസ്സിലായി? കറക്റ്റ് കണക്കാണ്. മുകളിൽ എന്നെയാണ് അത് പോണത്. സത്യം. ഓരോ ദിവസം എണ്ണയാണ്. ശരിക്കും 1.5 വർഷമായോ? 1.5 വർഷമായി മലയാളി. ബാബു ഈ 1.5 വർഷത്തിൽ നമ്മൾ എത്ര വട്ടം മീറ്റ് ചെയ്തിട്ടുണ്ടാവും? 10 നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ആവശ്യമില്ലാത്ത ഇംഗ്ലീഷ് വേർഡൊന്നും ഉപയോഗിക്കരുത്. ഹീറ്റായി നിൽക്കുകയാണ്. ഓവറായിട്ട് പ്രൊനൗൺസിയേഷൻ നോക്കല്ലേ, തെറ്റുന്നുണ്ട്. നമ്മൾ എത്ര വട്ടം കണ്ടുമുട്ടിട്ടുണ്ടാവും ഈ 1.5 വർഷത്തിൽ? കൂടിപ്പോയ 20 വട്ടം. 20 വട്ടം. ഈ 20 വട്ടത്തിൽ എത്ര വട്ടം നമ്മൾ തമ്മിൽ ഒരു പേഴ്സണൽ അല്ലെ ക്ലോസ് ആയിട്ടൊരു മൊമെന്റെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും? അത് ഇവരൊക്കെ നിൽക്കുമ്പോ പറയണം. കണ്ടതിൽ എത്ര ഉണ്ടാവും? ഒരെണ്ണം എനിക്കറിയാം. അതേതാണ്? ഞാനും അപ്പുറത്തോളം ഉണ്ടായിരുന്നു. നമ്മള് വെള്ളത്തിന്റെ
നമ്മള് റിഫ്ലക്ഷനിൽ കൂടെ കണ്ടത് തന്നെയല്ലോ മലയാളി കയറി ബൾബ് മാറ്റുന്നു ഇറങ്ങുന്നു. സത്യത്തെ ആ സീൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എലി അകത്ത് കയറി പറഞ്ഞ ഈ ബൾബ് ഫ്യൂസ് ആണല്ലോ ഒന്ന്. എടാ അത് എലി ഓർമ്മയില്ല നമ്മളന്ന് മറ്റേ വാട്ടർ ബില്ല് തന്നെ പറ. ഇതിലൊരു എത്ര വട്ടം നമുക്കൊരു നമ്മുടെ ഒരു പേഴ്സണൽ മൂവ്മെന്റ് ഒക്കെ എത്ര ആളുണ്ടോ? കൂടിപ്പോയൊരു 2. ഓക്കെ. അത് വെച്ച് തന്നെ നോക്കുമ്പോഴ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനും സമയമില്ല. അതുകൊണ്ട് അല്ല ഞാൻ പറഞ്ഞ ഒന്നിനും സമയം കിട്ടുന്നില്ല. ഒന്നും കാര്യങ്ങളൊന്നും എങ്ങനെ സമയം കിട്ടും? ഒരു വർഷത്തിലെ 8 മാസം നിങ്ങൾ വന്നിട്ടില്ല. 8 മാസം 8 മാസം ഞാൻ സിറ്റിയിൽ വരാതിരിക്കാനോ? അണ്ണാ ഇതിനകത്ത് ഒരു വർഷത്തിൽ കടക്കൂട്ടി അങ്ങേയറ്റം പോയി 60 ദിവസം പോലും മാത്രം വന്നിട്ടില്ല സിറ്റിയില്. ഞാനാണെങ്കിൽ 365 ദിവസം മുറിച്ചില് വായിക്കാളം ഒഴിച്ച് നടക്കുവാണ്. 365 ദിവസോ? 2 ദിവസം വരും. 3-ന്റെ അന്ന് ഗോയിങ് ടു കേരള. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച പിന്നെ കേരളത്തില്. പിന്നെ അവിടെ ബാംഗ്ലൂർ എത്താൻ ഒരു 3 ദിവസം. പിന്നെ വരും. വന്നിട്ട് പറയും തൂറ്റലാണെന്ന്. പിന്നെ വരത്തില്ല ഒരു 3 ദിവസത്തേക്ക്. നീ 365 ദിവസം വരണേ. ലൂസ് മോഷൻ അല്ല, തൂറ്റല്ല. അങ്ങനെ വേണം പറയാൻ. ലൂസ് മോഷൻ ആണ്. എന്റെ പൊന്നു വാസുകൊണ്ട് ഓ നിങ്ങള് ഒരു ഫ്ലൈറ്റ് ലൂസ് മോഷൻ ആണെങ്കിൽ കയ്യിൽ കല്ലെടുത്ത് പിടിച്ചാൽ സരക്ക് പറഞ്ഞു തന്നെയാണ്. പണ്ടത്തെ ഒരു ട്രിക്കാണ്. കല്ല് പിടിച്ച എങ്ങനെ ലൂസ് മോഷൻ മാറണേ? അത് പണ്ടത്തെ ട്രിക്കാണ്. ചോദിച്ചു നോക്കിയാ അറിയാം, ചിലർക്കൊക്കെ അറിയാത്. കല്ല് കല്ല് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചുനേരം പാറൊക്കെ പിടിച്ച് എറിയായിരിക്കും. ഈ പഴയ കാര്യങ്ങൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയായിരിക്കും. മറ്റേ ഒരു തോളത്ത് വലിയ മുതുക്ക് കല്ലൊക്കെ അങ്ങനെ ഉണ്ടോ ഗൈസ്? കല്ല് വിഴുകാനൊന്നുമല്ല പറയട്ടെ, കല്ലൊന്നും വിഴുകളെ. എന്റെ പ്രണയത്തെ പറ്റി സംസാരിക്കുമ്പോ ഇവർക്ക് എല്ലാവർക്കും തൂറ്റലി ചർത്തലും ഒക്കെ ആണല്ലോ അല്ലേ? അതിൽ നിന്നെ കാണുമ്പോഴേ തൂറ്റലും ചീറ്റലുമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ടാണ് ഇത് സംസാരിച്ചോണ്ടിരിക്കണേ. മനസ്സിലായ? ഇത് പറഞ്ഞ സോൾവ് ചെയ്യാൻ നിങ്ങളെ ശരിക്കും പറഞ്ഞ സിറ്റിയിലെ വൺ ഓഫ് ദ ബെഡ് കപ്പിൾസ് ആയിരുന്നു മലയാളി. ഞങ്ങള് സോൾവ് ചെയ്യാനൊന്നും ഇല്ല. ഞങ്ങള് പ്രശ്നമൊന്നുമില്ല. എനിക്ക് അതാ അല്ല അങ്ങനെയല്ല. എന്തോ നിങ്ങളെന്തോ സംസാരിക്കാതെ മാറിക്ക്. അതെ 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 പെണ്ണില്ലാത്തവരൊക്കെ വന്നിരുന്ന് വർത്താനം പറയാൻ കണ്ടില്ലേ? പെണ്ണും പെടക്കോഴില്ലാത്തവന്മാരൊക്കെ വന്ന് അഭിപ്രായം പറയാൻ പെണ്ണുണ്ടായവരൊക്കെ നമുക്കറിയാം. പന്നിത്തോട്ടോ പട്ടിക്കാട്ടോ ഇതൊക്കെ അസൂയ പെണ്ണില്ലാത്തതിന്റെ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ്. കുറെ നാളായി പന്നിത്തോട്ടം കിട്ടി ഇട്ടിട്ട് പോകുന്ന പറയണം. എനിക്ക് വേണ്ട എടാ ഇട്ടിട്ട് പോയിട്ടില്ലെന്നാ പറഞ്ഞ. പോയിട്ടില്ലെന്ന് മനസ്സിലായ? ഒരു സമയം ഈ നാട് മുഴുവൻ കിടുകിട പിറപ്പിച്ചുകൊടുന്ന പരുന്തുവാസുവിന്റെ കമ്പാരിസൺ പന്നിത്തോട്ടം. അത് 2 ഏക്കർ. അതുമല്ല വല്ല സബർ ജില്ലിത്തോട്ടോ മുന്തിരിത്തോട്ടോ എന്ന് പറ. പന്നിത്തോട്ടോ എന്നിട്ട് ഇതൊരു അഹങ്കാരമായിട്ട് കൊണ്ടുനടക്കണം. ആരെ പറയാ ഞാനിതില്? വേറെ വസൂയണ്ണ പെണ്ണ് കിട്ടാത്തവന്മാര് നടന്ന് ഇങ്ങനെ പരിദൂഷണം പറയത്തില്ലേ? അതാണിത്. അവൻ പറഞ്ഞത് സത്യമല്ലേ? പിന്നെ ഒരുത്തനിക്ക് 2 ഏക്കർ പന്നിത്തോട്ടം തരാന്ന് പറഞ്ഞത് എന്റെ കുഴപ്പമാണോ? ഓ പന്നിത്തോട്ടം തരാതെ പറഞ്ഞത് പ്രശ്നമില്ല. പന്നിത്തോട്ടം തരാതെ പറഞ്ഞത് എന്റെ അടുത്ത് ഒന്ന് പറയേണ്ട ആവശ്യം എന്തിനായിരുന്നു? അത് പിന്നെ എന്നെ കാണാൻ പോലും വരാത്ത ആളെടുത്ത് പന്നിത്തോട്ടമെങ്കിലും ഞാൻ പറയണ്ടേ? എനിക്കൊരു ഡിമാൻഡ് ഉണ്ടെന്ന് അറിയിക്കണ്ടേ? പന്നിത്തോട്ടം ഒരു മിനിറ്റ്. ഹലോ ഹലോ ഈ പന്നിത്തോട്ടത്തിന്റെ കഥ പറയാം. നിന്നെ ഞാൻ സിയോണിക്സിന്റെ അടുത്ത് പറഞ്ഞു നിന്റെ അടുത്ത് പറഞ്ഞു നിന്റെ കാര്യം നീ വിളിക്കരുത് എന്നെ. തുപ്പും ഞാൻ. ഹലോ നിന്റെ കാര്യം ഇതേലൊക്കെ തന്നെ പറഞ്ഞത്. ചിരിക്കൊന്നും വേണ്ട. നീ വിളിക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. സിയോണിക്സിന്റെ അടുത്ത് പറയണത് ചിരിക്കുന്നായിരുന്നു. ഇല്ല ഇവിടെ നിൽക്കുന്നവര് കേൾക്കാൻ. ഹലോ അവനല്ല വേറൊരുത്തനാ. എന്തിന് മസനഗുടി വഴി ഊട്ടിക്കാ? നീ വണ്ടി എടുത്തോ?
വണ്ടി എടുത്ത് സ്റ്റിയറിംഗ് ന്യൂട്രിട്ട് ഇതിട്ട് ഫസ്റ്റ് ഇട്ടോ വണ്ടി എടുത്തോ നീ ഓരോ വള എത്തുമ്പോഴും ഞാനിങ്ങനെ നാക്ക് നീട്ടി കാണിക്കാം. ഇടത്തോട്ട് വേണേ ഇടത്തോട്ട് ഞാൻ നാക്ക് നീട്ടി കാണിക്കാം, വലത്തോട്ട് വേണേ ഫ്രണ്ടിലോട്ട് വേണേ ഇങ്ങനെ നിൽക്കാം ഞാൻ. ഞാൻ അങ്ങനെ നിൽക്കാം. നീ വണ്ടി ഓടിച്ചോ, നീ മസിനെ കൂടി വഴി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വഴി പറഞ്ഞുതരാം. ഞാൻ മറ്റേ ഗൂഗിൾ മാപ്പ് ആണല്ലോ നീ എന്നെ വഴി വിളിച്ച് ചോദിക്കാൻ.